ആർ ദ റൈച്വസ്നെസ് ഓഫ് ഗാഡ്. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയായിട്ട് നമ്മളാകുക. ഐ ആം ദ റൈച്വസ്നെസ് ഓഫ് ഗാഡ്. അതങ്ങോട്ട് ചിന്തിക്കാൻ പോലും പാടാണ്. അത് ആദിപാഠത്തിൽ നിന്ന് ഉയരണം. ഇബ്രായലേഖനം 6 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിപ്പോഴും ആദിപാഠവും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ. എല്ലാ സഭകളിലുള്ള ബന്ധഹീനത ഇതാണ്. നമ്മൾ ആദിപാഠത്തിൽ ഇത് 1-ാം ക്ലാസ്സിൽ തന്നെ അങ്ങ് ഇരിക്കുക, 2-ാം ക്ലാസ്സിലോട്ട് കയറാൻ ഒക്കുന്നില്ല നമുക്ക്. പക്ഷെ കർത്താവ് പറയുന്നു, ഇന്ന് ഒരുവൻ ക്രിസ്തുവിലായാൽ പിന്നെ വളർച്ചയാണ്. അപ്പം മുരടിച്ച് നിൽക്കും ചില ചെടികൾ, കണ്ടിട്ടുണ്ട്, ചില വൃക്ഷങ്ങൾ മുരടിച്ച് നിൽക്കും. പലപ്പോഴും മുരടിച്ച് നിൽക്കുന്ന ചെടി നോക്കിയാൽ ഞാൻ നോട്ട് ചെയ്യുമ്പോൾ, എനിക്ക് ഗാർഡനിങ് ഇഷ്ടമുള്ളതുണ്ട്, പലപ്പോഴും ഈ വേര് പോകുന്നിടത്ത് ഒത്തിരി വെള്ളം വന്നിട്ട് വേര് അഴുകിയിരിക്കുന്നതാണ്. പിന്നെ അതെടുത്ത് കളഞ്ഞ് നല്ല ചട്ടിക്കകത്ത് വേറെ വെള്ളം പോകാൻ ചരലിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നല്ല വേറെ മണ്ണിട്ട് വേര് കഴുകി വൃത്തിയാക്കി നട്ടുമ്പോൾ അത് പിന്നെ കിളിക്കുന്നതാണ്. ഇതുതന്നെയാണ് നമുക്കും സഭയിൽ, നമ്മുടെ സഭകളിലല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്നിടത്ത് ഇതാണ് സംഭവിക്കുന്നത്. വചനം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഇഷ്ടം പോലെ വചനം കിട്ടുന്നുണ്ട്. പക്ഷെ വെള്ളം കൂടിപ്പോയിട്ടേ വാർന്നു പോകുന്നില്ല, കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ വേര് മുഴുവൻ അഴുകാൻ തുടങ്ങി. വേര് അഴുകിയാൽ വലിയ വൃക്ഷവും കിളിക്കത്തില്ല. നമുക്ക് തമിഴ്നാട്ടിൽ 2 വലിയ പുളികളുണ്ടായിരുന്നു, ഈ വാളംപുളി, നീളവളംപുളി. ആ പുളി കാണാൻ തന്നെ 100 വർഷമെങ്കിലും പഴക്കമുണ്ട്. അതിൻ്റെ ശിഖരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ എന്നെ ഭംഗിയാണ്. അടുത്തിട ഇടിവെട്ടിയിട്ടാന്ന് തോന്നുന്നു അത് ചത്തുപോയി, അങ്ങനെ ജീവനില്ലാതായി. അപ്പം പിന്നെ നമുക്ക് വെട്ടിക്കളയേ രക്ഷയുള്ളൂ. പക്ഷെ അത് വെട്ടിക്കളയുമ്പോൾ ഉണ്ടായിരുന്ന സങ്കടം, കാരണം ഇത്ര പടർന്ന് പഠിച്ച് നിൽക്കുന്നത് ഒരു ഇടിമിന്നലേറ്റപ്പം അതിൻ്റെ വേര് വരെ അതിൻ്റെ അതിൻ്റെ തീ ഇറങ്ങിയിട്ട് കരിഞ്ഞു പോവുക ചെയ്തത്. അപ്പം വേര് അഴുകിപ്പോയാൽ ഒന്നും ചെയ്യാനത്തില്ല. അതേസമയം നമുക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവ് കിട്ടുന്ന വചനം പകർന്നു കൊടുക്കണം. അത് നിർബന്ധമാണ്, ദൈവത്തിന് നിർബന്ധം. കർത്താവ് വീണ്ടും വീണ്ടും പറയുന്നു, നിനക്ക് കിട്ടുന്നത് ചുമ്മാ നീ തന്നെ കഴിച്ചുകൊണ്ടിരിക്കാതെ അത് പകർന്നു കൊടുക്കുക. പകർന്നു കൊടുക്കും തോറും പിന്നെയും പാത്രത്തിൽ വീണുകൊണ്ടിരിക്കും. അന്നേരം നീ വളരും, മറ്റുള്ളവരും വളരും. അതാ ജീവവൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ വൃക്ഷങ്ങളുടെ ഒരു പ്രത്യേക ഫലം നമ്മൾ നോക്കുകയാണെങ്കിൽ മാവെടുക്കാം. ഈ വർഷം ഒത്തിരി മാങ്ങ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കർത്താവ് ഇങ്ങനെ മാവിൻ്റെ ഒരു കമ്പേന്ന് ഇങ്ങനെ കുലുക്കുന്നുണ്ട്. അതൊരു മാങ്ങ ഇങ്ങനെ വീഴുകയാണ്. എന്തുമാത്രം മാങ്ങയാണ് എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അവിടുന്ന് ഇവിടുന്ന് എല്ലാം നമ്മൾ വെക്കാതെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക ചെയ്തത്. പക്ഷെ ഇത്രയും മാങ്ങ വന്നത് കർത്താവ് ഒരു ശിഖരം ഒന്ന് കുലുക്കിയപ്പോൾ മാങ്ങയുടെ ഒരു നിറവ് ഇവിടെ ഉണ്ടായി. അതുപോലെ എന്തെല്ലാം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു, പക്ഷെ നമ്മൾ അടുത്ത് ചെല്ലണ്ടേ. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്, നിനക്ക് ഞാൻ തരുന്നത് നീ കൊടുക്കാൻ പഠിക്കണം. ഈ വചനം തന്നെ ഞാൻ അയക്കുന്നത് തീർത്തും നിങ്ങളിൽ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അത് പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു സുവിശേഷമാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയേ. ഞാൻ പലപ്പോഴും പറയും, TV ചാനൽ ഈസ് ഓപ്പൺ. ആർക്കെങ്കിലും പറയാൻ ഇത്രയും സ്വാതന്ത്ര്യമുണ്ട്. പറയേണ്ടിയവർ പറയാൻ ഇറങ്ങിപ്പോയ, പക്ഷെ പറയുന്നവർ ആത്മാവിലാണ് പറയുന്നെങ്കിൽ അത് പകർന്ന് കൊടുക്കുന്നത് ഒരു സുവിശേഷമാണ്. അനേകർക്ക് പകർന്നു കൊടുത്ത് വിടുതലിൻ്റെ നമ്മളൊരു സജഷനാണ്. ഒരു ഫ്രണ്ടിന് ഒരു പ്രശ്നം വരുമ്പോൾ ഇതൊന്ന് കേൾക്കുക എന്നും പറഞ്ഞ് കൊടുക്കുന്നതും ചുമ്മാ തയ്ക്കുന്നതിന് രണ്ട് ഇഫക്റ്റാണ്. മനസ്സിലായി? നമ്മൾ ഡോക്ടേഴ്സിൻ്റെ തന്നെ പല ഡോക്ടേഴ്സുണ്ട്. ഇല്ല, ഈ ഡോക്ടറിൻ്റെ അടുക്ക് ഞാൻ പോയിട്ടുണ്ട്, അറിയാമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡോക്ടറിന് കൂടുതൽ വില കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ ഈ അയക്കുന്ന വചനങ്ങൾ ഓരോന്നും ആത്മാവിൽ അയക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് എനിക്കറിയാം. അത് മറ്റുള്ളവർക്കൂടെ കൊടുത്താൽ നിങ്ങളുടെ വൃക്ഷവും വളരും, നമ്മുടെ വൃക്ഷവും വളരും, ദൈവത്തിന് മഹത്വവും കിട്ടും. ചെയ്യുവിൻ സ്നേഹത്തെ ഓർത്ത്. എന്താണ് സ്നേഹമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് ഓരോരുത്തർ നമ്മളോട് വന്ന് ഇത് 1 തിമോത്തി 2-നകത്ത് 1 തിമോത്തിക്കകത്ത് പറയുന്നത് എന്താണ് സ്നേഹം. സ്നേഹം എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. സ്നേഹമാണ് അഖിലസാരം ഊഴിയിൽ എന്നൊക്കെ നമ്മൾ പറയും. സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നതിന്. പക്ഷെ സ്നേഹം എന്തുവാന്ന് വ്യക്തമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇവിടെ ഒരു വാക്യം ഈ അടുത്തിടെ എന്നോട് ഒരാൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കിയ, ആജ്ഞയുടെ ഉദ്ദേശമോ 1 തിമോത്തി 1:5 ഞാൻ വായിക്കുന്നത്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവാജ്യ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. എന്ത് സ്നേഹം? അതായത് പ്യുവർ ഹാർട്ട്, ശുദ്ധഹൃദയം, നല്ല മനസ്സ്, എ ഗുഡ് കോൺഷ്യൻസ്, നിർവാജ്യ വിശ്വാസം, ഫെയ്ത്ത് വിത്തൗട്ട് ഗൈൽ ഇൻ ഇറ്റ് ഓർ വിത്തൗട്ട് ഫോൾട്ട് ഇൻ ഇറ്റ്, നിർവ്യാജ വിശ്വാസം.
അപ്പം ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം ഈസ് ഈക്വൽ ടു സ്നേഹം. ശുദ്ധ ഹൃദയം ഉണ്ടോ? ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടോ? വിശ്വാസം പ്യുവറാണോ? ആണെങ്കിൽ സ്നേഹമുണ്ട്. ഇത് ദൈവത്തോട് ചോദിക്കാം. എനിക്കൊരു ദൈവത്തിൻ്റെ അടുക്ക് വരുമ്പോൾ ഒരു ശുദ്ധ ഹൃദയമായിട്ട് നല്ല മനസ്സാക്ഷിയോടാണ് കാണുന്നത്. എനിക്ക് വിശ്വാസത്തിൽ കർത്താവ് കാണുന്ന ആ വിശ്വാസം എന്നിലുണ്ടോ? അത് ചുമ്മാ അത് മറ്റുള്ളവരെ കാണിക്കാനുണ്ട്. ഇതൊക്കെ ദിസ് ഈസ് കോൾഡ് ലവ്. അപ്പം കർത്താവ് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയായി മാറും. അവൻ ക്രിസ്തുവിലാകണം. അവൻ ക്രിസ്തുവിലാകുമ്പം പഴയത് മുഴുവനും മാറ്റിക്കളയണം എന്ന് പറയും. ഗോഡ് മേഡ് ഹിം ഹു മേഡ്, അതായത് കർത്താവ് പറയുന്നത് ക്രിസ്തുവിലായി കഴിയുമ്പോൾ പഴയതെല്ലാം അഴുക്കാന്ന് നമുക്ക് മനസ്സിലാകും. 2 കൊരിന്ത്യറിനകത്ത് 5:21 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 5:21 ഇങ്ങനെയാണ് പറയുന്നത്: പാപം അറിയാത്തവനെ നാം അവനാൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. We are made righteous because somebody else took my sin and the judgment also. എൻ്റെ പാപം എടുക്കുക തന്നെയല്ല, പാപം മൂലം വരുന്ന ആ ഒരു വിധിയും കൂടെ മാറ്റി തന്നു. Can you believe that? ഒരു കോടതിയിൽ നിന്നിട്ട് ഇപ്പം നാളെ ഒരാളെ കഴുകുമരത്തെ കയറ്റേണ്ടി, അപ്പം ജഡ്ജ് പറയാണ് ഞാൻ അവന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഞാൻ കഴുകേ കയറി. ഇയാളെ പറഞ്ഞു വിട്ടല്ലേ ഒക്കത്തുള്ളൂ. Can you imagine that? And that's exactly what it is. യേശു എൻ്റെ പാപം ഏറ്റെടുത്തു. നാളെ കഴുകയിൽ കയറുന്നത് ഈ ക്രിമിനലല്ല, ജഡ്ജിയാണ് കയറുന്നത്. ബിക്കോസ് ഹി വോളണ്ടിയർഡ്, ഹി ടുക്ക് ഇറ്റ് അപ്പോൺ ഹിംസെൽഫ്. യേശു അത് ചെയ്തു എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. അവൻ കഴുകുമരത്തേൽ കയറിയതിനാൽ പാപമില്ലാത്തവൻ, പാപമില്ലാത്ത രക്തം കൊണ്ട് എന്നെ വീണ്ടെടുക്കാനായിട്ട് അവൻ ക്രൂശുമരണം കയറിയതിനാൽ എനിക്ക് പാപമെന്നില്ല. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലാകുമ്പം സകലത്തിനും വ്യത്യാസം വരും. ദേഷ്യപ്പെടുന്ന ഒരാളുണ്ടോ, അവൻ്റെ ദേഷ്യം മാറി പിന്നെ ദൈവത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കും. എല്ലാം എടുപ്പം ചെയ്യുന്നവരുണ്ടോ, അവർ ദൈവത്തിൻ്റെ കാര്യത്തിന് ഓടി നടക്കും. മടിയരായിരിക്കുന്നവരുണ്ടോ, ദൈവശബ്ദം കേൾക്കുന്നവരെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യും ദൈവശബ്ദം കേൾക്കാൻ. എല്ലാത്തിനും ഓരോ ഗുണങ്ങളുണ്ടില്ലേ? ഇല്ലേ? എടുത്തിയാടുന്ന സ്വഭാവം. പത്രോസിൻ്റെ കൂട്ട് തോമസ് വെയിറ്റ് ചെയ്തു. പത്രോസ് എടുത്തിയാടി. തോമസ് പറഞ്ഞു ഞാൻ കൈയിടാതെ ഒന്നും ഞാൻ വിശ്വസിക്കത്തില്ല. യേശു കൊടുത്തില്ലേ? അപ്പോൾ ഈ 12 പേരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന ഒരു ദൈവം. അപ്പം ഞാൻ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ സ്വഭാവത്തിനകത്ത് വ്യത്യാസം. അപ്പോൾ ഇറ്റ് സിഗ്നിഫൈസ് ദാറ്റ് ബിലീവേഴ്സ് ഇൻ ക്രൈസ്റ്റ് ആർ ഡിക്ലെയർ റൈറ്റ്യസ് ബൈ ഗോഡ്, not through their own action but through Christ's sacrifice. The righteousness is a gift from God imputed to believers who have faith in Jesus Christ. അതായത് ഇംപ്യൂട്ടഡ് റൈറ്റ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പാപിയായ എനിക്ക് എൻ്റെ പാപം വേറൊരാൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞ് എൻ്റെ പാപം മാറ്റി കഴിഞ്ഞേച്ച് അവൻ്റെ പേരും അവൻ്റെ സ്വഭാവവും എനിക്ക് ഇട്ടു തന്നു. ഇപ്പോൾ ഇനി എന്നെ കാണുന്നത് യേശുവാണ്. കാരണം that his character is imputed to me, his nature is given into me. അതിന് ഒരു കണക്കിൽ പറയുമ്പം നമ്മൾ സ്കിമിറ്റിസോ അനോയിൻറ്റിങ് എന്ന് പറയും. ഐ ആം കവേർഡ് അണ്ടർ ഹിം. അവൻ്റെ വസ്ത്രത്തിനകത്ത് പൊതിഞ്ഞു. ദീസ് ആർ ഓൾ ഇത് വളരെ കാതലായ ഡയമണ്ട്സാണ്. ഇത് ദൈവത്തിൻ്റെ കിരീടത്തിൽ വെച്ചിരിക്കുന്ന സത്യങ്ങളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ, ഇത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ലൈറ്റ് ഫീലിംഗാണ്. നമ്മളിങ്ങനെ ഭാരമെല്ലാം അങ്ങോട്ട്, നമ്മുടെ മുഖമെല്ലാം അങ്ങോട്ട് മാറി വെച്ച് നമുക്ക് നൂറ് നീക്കാനുള്ളൊരു ബലം കിട്ടും. ചിലരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒടിഞ്ഞു കിടന്ന് നടക്കുന്നു? ഭാരം, പാപഭാരം. ചിലരെന്നാൽ നൂറ് നടക്കും. എന്നാൽ അതല്ല, ആത്മാവിൽ കുനിഞ്ഞ് നടക്കുന്നവരെ നൂർത്തി നടത്തും. കാരണം എന്നെ കൈ താങ്ങുന്നവൻ യേശു ഉണ്ടെന്നേ, അത് പ്രായമൊന്നും പ്രശ്നമല്ലെന്നേ, കല്ലിൽ തട്ടിപ്പോകാതിരിക്കും അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്, അവൻ എന്നെ നടത്തുമെന്ന്, നമ്മൾ പോകുന്നിടത്ത് വീണാലും എൻ്റെ അസ്ഥികളൊന്നും ഒടിയത്തില്ലെന്ന്, കൂടെ നിൽക്കുന്നവൻ എൻ്റെ കൂടെയുള്ളവൻ വിശ്വസ്തനാണെന്ന്. ബിക്കോസ് ദ റൈച്ചസ്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇംപ്യൂട്ടഡ് ടു മീ, ഈസ് ഗിവൻ ടു മീ. ഇറ്റ്സ് എ ലീഗൽ വേർഡാണ്, ഇംപ്യൂട്ട് ചെയ്യാതെ. അത് വേറൊരാൾക്ക് അവൻ്റെ നന്മ മുഴുവൻ എന്നിലിട്ടേച്ച് എൻ്റെ ബലഹീനത മുഴുവൻ അവൻ ഏറ്റെടുത്തു. അപ്പോൾ കാൽവരി ക്രൂശെ കണ്ടപ്പോൾ യേശു പറയുന്നത്, അപ്പച്ചൻ നമ്മൾ ക്രൂശൽ പലപ്പോഴും പ്രാർത്ഥിക്കും, ക്രൂശിൻ്റെ പടം നമ്മുടെ മുമ്പിൽ വരുന്നതെങ്കിൽ ഗോഡ് ഈസ് ടെല്ലിങ്, അത്
ക്രൂശിൻ്റെ ഒരു പടം കണ്ട ഉടനെ ആളുകൾ പറയും, അയ്യോ അത് അഴുക്ക, അത് ശാപമാണ്. അല്ലെന്നേ, അതല്ല. ക്രൂശിൻ്റെ പടമാണ് നമ്മുടെ മുമ്പിൽ വരുന്നതെങ്കിൽ നിനക്ക് സമയം ശരിയല്ല. പക്ഷേ ഈസ് ടെല്ലിങ് യു, എക്സ്ചേഞ്ച് ചെയ്യൂ. നിൻ്റെ വേദനയും നിൻ്റെ രോഗവും ഭാരവും വിഷമവും എന്നിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നീ എൻ്റെ നന്മകൾ തിരിച്ചെടുക്കുക. അതാണ് പറയുന്നത്. സോ ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. കുരിശ് കാണും. ഈ അടുത്തിടെ ഒരാൾക്ക് വേണ്ടി പ്രാവശ്യം കുരിശല്ല കാണുന്നത്, അടുത്ത ചെറുപ്പക്കാരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിന് വളരെ റെയറായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ ഞാൻ ആളിനെ വിളിച്ചേച്ച് പറഞ്ഞു, ക്രൂശിൻ്റെ പടമല്ല മുമ്പിൽ വന്ന് വരുന്നത്. ഇപ്പം യേശു ചെറുപ്പക്കാരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം ആ കൊച്ചൻ ദൈവത്തിലേക്ക് അടുത്ത് കഴിഞ്ഞു. ഹി ഹസ് ഗ്രോൺ എ ലോട്ട് ഇൻ ദ പ്രോബ്ലംസ്. നമുക്ക് കഷ്ടം തരുന്നത് അവൻ്റെ രൂപത്തിലാകാൻ, അവനിൽ നിന്ന് നമ്മുടെ ബലഹീന സ്വഭാവം അങ്ങോട്ട്. ബലഹീനയില്ലാത്ത ഒറ്റ വ്യക്തിയില്ല, ഒരു ബലഹീനതയെങ്കിലും ഇല്ലാത്ത ആരുമില്ല. പിന്നെ ഈ പൻഡോറസ് ബോക്സ് പോലെ 1000 ബലഹീനത അകത്ത് വെച്ച് നമ്മൾ കാണിക്കാൻ നടക്കുന്നവരുണ്ട്. കുറഞ്ഞത് 100എങ്കിലും കാണും. ഇതെല്ലാം അങ്ങോട്ടങ്ങ് എക്സ്ചേഞ്ച് ചെയ്യാൻ കർത്താവ് കൊടുക്കെ. സോ ഈസ് ഗിവിങ് യു ദ റൈച്ചസ്നെസ് ഇംപ്യൂട്ടഡ്. The believers are not made righteous through their own effort or good deeds, but through the righteousness of Christ which is credited to them. അപ്പോൾ നമുക്ക് we become the righteousness of God because God said, I am taking over their sin. ഇപ്പോൾ സ്ലേവ്, ഇപ്പോൾ നമ്മളൊരു സ്ലേവിനെ കൊണ്ടുവന്ന് നിർത്തി വെച്ച് ആ സ്ലേവിനെ വില പറയുകയാണ്. ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, 17 വയസ്സുള്ള. ആ കുട്ടിയെ വില പറയുമ്പം ദുഷ്ടനാണ് കൊണ്ടുപോകുന്നെങ്കിൽ അതിനെ മിസ്യൂസ് ചെയ്ത് നശിപ്പിക്കും. അതല്ല, ഒരു കരുണയുള്ളവനാണെങ്കിൽ ആ സ്ലേവിൻ്റെ വില കൊടുത്തേച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, നിന്നെ ഐ സെറ്റ് യു ഫ്രീ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ആ സ്ലേവ് പറയും, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന്. ബിക്കോസ് ഷീ സോ ദ കമ്പാഷൻ ആൻഡ് ദി എക്സ്ചേഞ്ച്. വിലപിടിപ്പായിട്ട് അവളെ കണ്ടിട്ട് അയാളുടെ കയ്യിലിരുന്ന പൈസ കൊടുത്ത് ആ സ്ത്രീയെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് അയാൾ പറഞ്ഞു, സെറ്റ് ഫ്രീ, യു ആർ ഫ്രീ. അതല്ലേ യേശു ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഈ ദൈവത്തിനെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നത് സങ്കടമായി. കം ബാക്ക്, ക്രിസ്തുവിലേക്ക് വരും. സോ ഗോഡ്സ് റൈച്ചസ്നെസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്, നോട്ട് സംതിങ് വി ക്യാൻ ഏൺ. ഇറ്റ്സ് എ ഗിഫ്റ്റ് ദാറ്റ് അലൗസ് us ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ് വിത്തൗട്ട് കോണ്ടംനേഷൻ. അതായത് നമുക്ക് അതായത് ഈ റോമർക്ക് ലേഖനം 8 പറയുന്ന പോലെ, അതിനാൽ ക്രിസ്തുവിലേക്ക് ഇനി ഒരു ദർ ഇസ് നോ കോണ്ടംനേഷൻ. റോമർക്ക് ലേഖനം 8:1 അതൊരു പ്രധാനപ്പെട്ട വാക്കെന്ന് വായിച്ചാൽ റോമർക്ക് കർത്താവ് പറയുന്നത്, ഇനി ഒരു പാപത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പാപിയാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാതെ കർത്താവിൻ്റെ പ്രവൃത്തിയെന്ന്. എന്തിനാ പിന്നെ പെന്തക്കോസ്തി ആചരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. സങ്കടം ചിലപ്പോൾ കർത്താവിൻ്റെ കരച്ചിൽ എനിക്ക് തോന്നിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഒരു ശിക്ഷാവിധി ഇല്ല. നീ ക്രിസ്തുവിലാണോ നിൻ്റെ ശിക്ഷാവിധി മാറ്റിയെന്നല്ലേ ഈ പറയുന്നത്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എന്ത് പ്രമാണം? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം മാറിയെന്ന് ഇന്നലെ കൊണ്ട്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ആർ യു ഫ്രീ ഇൻ ക്രൈസ്റ്റ്? കർത്താവ് കരയുകയാണ് സത്യത്തിൽ. എൻ്റെ ഹൃദയത്തിന് നെഞ്ചെടുപ്പോടുകൂടി അപ്പച്ചൻ്റെ ഹൃദയം എനിക്ക് തന്നിട്ട് നീ നിൻ്റെ പന്ന ഹൃദയം എനിക്ക് തരാൻ പറയുമ്പം കൊടുക്കാതെ ഇത് വെച്ചിട്ട് ഇതാ നല്ലതെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളും നമ്മളുമൊക്കെ ഇന്ന് നമുക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കാം. കർത്താവ് പ്രവർത്തിക്കട്ടെ. വലിയൊരു വിടുതൽ ഇതോടുകൂടി അയക്കുകയാണ്. കെട്ടുകൾ പൊട്ടുകയാണ്, ചങ്ങലകൾ അഴിച്ചു തരികയാണ്, അമിക്കയറുകൾ അഴിച്ചു മാറ്റുന്നു, ഇരുട്ടിലൊരിക്കുന്നൊരു വെളിച്ചത്തിലേക്ക് വരുന്നു, ചങ്ങല കാലേ കാണുന്ന വെട്ടിമാറ്റുന്നു. മുൻപോട്ട് പോ, എന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് അനുഗ്രഹം പ്രാപിച്ച് നീ കടന്നു വാ. ദൈവം അനുഗ്രഹിക്കുന്നു. കരുണയുള്ള ആ ദൈവമേ, നിൻ്റെ നാമം വലുതാപ്പിച്ച. ദ റൈച്ചസ്നെസ് ഈസ് ഇംപ്യൂട്ടഡ് ബിക്കോസ് യു ടുക്ക് ദ ക്രോസ്. യു ടുക്ക് ഇറ്റ് അറ്റ് ദ ക്രോസ്. 39 അടി കൊണ്ടിട്ട് അത് മുഴുവനും വഹിച്ചവനാണ്. പിന്നെ നമ്മളെന്തിനടി നുകം ഒടിച്ച് കളഞ്ഞവനാണ്. പിന്നെ നിങ്ങൾ നുകം കൊണ്ട് നടക്കുക എന്നാണ് നമ്മളൊന്ന് 100 നടക്കുന്നത്. പക്ഷേ ദൈവമേ, ഇതൊന്ന് പഠിപ്പിച്ചു തരണം. ദർ ഇസ് നോ കോണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധി ഇല്ലെന്ന്. പിന്നെ എന്നാ ശിക്ഷാവിധി പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്നറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തികയുമ്പോൾ സൽപ്രവൃത്തികൾക്കായിട്ട് നീ നിയോഗിച്ചത് ചെയ്തു തീർത്ത് ദിനം പ്രതി അനേക മക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് ശിവൻ്റെ വെളിച്ചം പകർന്നു കൊടുത്തു, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുതലാക്കി, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, പ്രയാസത്തിൽ നിന്ന് സഹായം കൊടുക്കുക.
വചനം ചെന്ന് കൊള്ളട്ടെ. അല്പമെങ്കിലും അല്പത്തിലെങ്കിലും നന്മ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. അല്പത്തിൽ വിശ്വസ്തനാകനെ അധികത്തിൽ വിചാരകനാക്കും. അത് നിന്നിലായതോടുകൂടി ഞങ്ങളുടെ രൂപം മാറി, ഞങ്ങളുടെ ഭാവം മാറി, ഞങ്ങൾ വ്യത്യാസമായി. വി ഹാവ് ബിക്കം എ റിപ്ലിക്കേഷൻ ഓർ റിഫ്ലക്ഷൻ ഓഫ് ജീസസ്. കർത്താവിൻ്റെ അംബാസിഡേഴ്സായിട്ട് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. സകല കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു തരുമ്പോൾ അതനുസരിക്കാനുള്ള ആത്മാവിട്ട് തരണം. പ്രവർത്തിക്കാനും പ്രവൃത്തി ചെയ്തെടുക്കാനുള്ള കൃപ തന്നാട്ട്. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.